ബഹ്റൈനിലെ ഹാഫറയിൽ ബസും ട്രക്കും കൂട്ടിയിടിച്ച് 2 മരണം. 33ഉം 37ഉം വയസ്സുള്ള 2 ആഫ്രിക്കൻ പൗരന്മാരാണ് മരിച്ചത്. ജൂലി മ്യുവാൽഡി, ഐസക് സെബാദുക എന്നിവരാണ് മരണപ്പെട്ടത്. രണ്ടുപേരും സെക്യൂരിറ്റി സൊല്യൂഷൻസ് ജീവനക്കാരാണ്. ആഭ്യന്തര മന്ത്രാലയം തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തൽ ചടങ്ങിന് ഇന്ത്യൻ പൗരന്മാർക്ക് അംബാസിഡറുടെ ക്ഷണം. കഴിഞ്ഞ ദിവസം എംബസിയിൽ നടന്ന ഓപ്പൺ ഹൗസിലാണ് അംബാസിഡർ പൗരന്മാരെ ക്ഷണിച്ചത്. വ്യാജ സന്ദേശങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ്. വ്യക്തിഗത വിവരങ്ങളോ അപ്ഡേറ്റുകളോ ആവശ്യപ്പെട്ടുകൊണ്ട് ഇലക്ട്രോണിക് ലിങ്കുകൾ വഴി വരുന്ന വ്യാജ സന്ദേശങ്ങൾ അവഗണിക്കണം. ഗോസി ഒരിക്കലും വ്യക്തിഗത വിവരങ്ങൾ സന്ദേശങ്ങളിലൂടെയോ ബാഹ്യ ലിങ്കുകളിലൂടെയോ ആവശ്യപ്പെടില്ലെന്നും അധികൃതർ അറിയിച്ചു. ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ്. 6 മാസത്തിനിടെ 4.46 ദശലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളം ഉപയോഗിച്ചത്. രാജ്യത്ത് റോഡപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള ഗതാഗത നിയമം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന ആവശ്യവുമായി എംപിമാർ. സമീപകാലത്ത് നിരവധി അപകടങ്ങളിൽ ജീവനുകൾ നഷ്ടപ്പെടുകയും സ്വത്തുക്കൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. ബഹ്റൈനിൽ സമൂഹ മാധ്യമത്തിൽ അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്ത കുറ്റത്തിന് വിദേശി വനിതയ്ക്ക് മൈനർ ക്രിമിനൽ കോടതി 1 വർഷം തടവും 200 ദിനാർ പിഴയും വിധിച്ചു. ശിക്ഷ പൂർത്തിയായാൽ അവരെ നാടുകടത്താനും അവരുടെ മൊബൈൽ ഫോൺ കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. ഭാര്യയെയും സഹോദരങ്ങളെയും ഭയപ്പെടുത്താൻ കാറിന് തീയിട്ടയാൾക്ക് 3 വർഷം തടവ് വിധിച്ചു കോടതി. ഭാര്യയെയും അവരുടെ 4 സഹോദരങ്ങളെയും ഭയപ്പെടുത്താൻ സ്വന്തം കാറിന് പെട്രോൾ ഒഴിച്ച് തീയിട്ട കേസിൽ 33 വയസ്സുകാരനായ ബഹ്റൈനി പ്രതി കുറ്റക്കാരനാണെന്ന് ഹൈ ക്രിമിനൽ കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണിത്.